ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ബീഫിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ബീഫ് കഴിക്കുന്നതിൻ്റെ പ്രധാന ആരോഗ്യ ഗുണങ്ങൾ എന്തെല്ലാമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. പ്രോട്ടീൻ ധാരാളം. പേശികളുടെ വളർച്ചയ്ക്കും ബലത്തിനും അതുപോലെ ശരീര കലകളുടെ കേടുപാടുകൾ തീർക്കുന്നതിനും അത്യാവശ്യമായ ഉയർന്ന നിലവാരമുള്ള പ്രോട്ടീൻ ബീഫിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. അതിൽ എല്ലാ ആവശ്യ അമിനോ ആസിഡുകളും അടങ്ങിയിരിക്കുന്നു. വിറ്റാമിൻ B12 നാഡീവ്യവസ്ഥയുടെ ആരോഗ്യത്തിനും രക്താണുക്കളുടെ രൂപീകരണത്തിനും വളരെ പ്രധാനമാണ്. ഇത് പ്രധാനമായും മൃഗങ്ങളുടെ ഭക്ഷണങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നത്. വിറ്റാമിൻ B3, നിയാസിൻ, B6, റൈബോഫ്ലേവിൻ തുടങ്ങിയ മറ്റ് ബി വിറ്റാമിനുകളും ഇതിലുണ്ട്. ഇത് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. ഇരുമ്പ്. ബീഫ് ഇരുമ്പിൻ്റെ നല്ലൊരു സ്രോതസ്സാണ്. ഇത് രക്തത്തിൽ ഓക്സിജൻ എത്തിക്കുന്ന ഹീമോഗ്ലോബിൻ ഉൽപ്പാദനത്തിന് സഹായിക്കുന്നു. ഇരുമ്പിൻ്റെ കുറവ് മൂലമുള്ള വിളർച്ച തടയാൻ സഹായിക്കുന്നു. ബീഫിൽ അടങ്ങിയിരിക്കുന്ന സിങ്ക് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നു. മുറിവുകൾ ഉണങ്ങുന്നതിനും ചർമ്മം, മുടി, നഖങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിനും സിങ്ക് അത്യാവശ്യമാണ്. മനുഷ്യ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനായി ഭക്ഷണത്തിൽ 3 ഘടകങ്ങൾ അത്യാവശ്യമാണ്. കാർബോഹൈഡ്രേറ്റ്, അന്നജം, പ്രോട്ടീൻ, മാംസം, ഫാറ്റ്, കൊഴുപ്പ്. ഇതിനു പുറമെ വൈറ്റമിനുകളും ലവണങ്ങളുമൊക്കെ ആവശ്യം തന്നെ. ഭക്ഷണത്തിൽ 40% പ്രോട്ടീൻ വേണമെന്നാണ് കണക്ക്. പ്രോട്ടീനിൻ്റെ പ്രധാന സ്രോതസ്സ് പച്ചക്കറിയിൽ പയർവർഗ്ഗങ്ങളിൽ നിന്നാണ് കിട്ടുക. പിന്നെ മത്സ്യവും മാംസവും. കേരളത്തിൽ പയർവർഗ്ഗങ്ങൾ വേണ്ടത്ര ലഭ്യമല്ല. ഉള്ളവയ്ക്ക് തന്നെ വിലക്കൂടുതലുമാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിൽ അത് ഉൾപ്പെടുത്തുന്നത് കുറയുന്നു. അപ്പോൾ പ്രോട്ടീനിനായി കാര്യമായി ആശ്രയിക്കുന്നതും മത്സ്യവും മാംസവും തന്നെയാണ്. ഒട്ടേറെ ഇനങ്ങളുണ്ടെങ്കിലും മാംസത്തിൽ ബീഫ്, ആട്, കോഴി എന്നിവയാണ് പ്രധാനമായും ലഭ്യമാകുന്നത്. ഇക്കൂട്ടത്തിൽ ഇന്ത്യയൊട്ടാകെ സുലഭമായതും വില കുറവുള്ളതും ബീഫാണ്. കേരളത്തിലാണെങ്കിൽ ആട്ടിറച്ചിയേക്കാളും കോഴിയിറച്ചിയേക്കാളും വിറ്റഴിയുന്നതും ബീഫാണ്. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിന് അത്യാവശ്യമായി വേണ്ടത്ര പ്രോട്ടീനിൻ്റെ ലഭ്യമായ പ്രധാന സ്രോതസ്സാണ് ബീഫ്. നമ്മുടെ ശരീരത്തിന് എളുപ്പത്തിൽ സ്വീകരിക്കാൻ കഴിയുന്ന ഹീം, അയൺ ബീഫിൽ ധാരാളമായുണ്ട്. ഇത് വിളർച്ച, അനീമിയ തടയാൻ സഹായിക്കും. ഇതിനായി മിതമായ അളവിൽ ബീഫ് കഴിക്കുന്നത് നല്ലതാണ്, പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും. ശരീരത്തിൻ്റെ വളർച്ച, മസിലുകളുടെ ആരോഗ്യം എന്നിവയ്ക്കു സഹായിക്കുന്ന അമിനോ ആസിഡ് ബീഫിൽ ധാരാളമായി ഉണ്ട്. ബീഫിലെ B12 വൈറ്റമിനുകൾ ചുവന്ന രക്താണുക്കളുടെ ഉൽപ്പാദനത്തിനു സഹായിക്കും. ഞരമ്പ്, തലച്ചോർ തുടങ്ങിയവയുടെ ആരോഗ്യത്തിനും ഇത് അത്യാവശ്യം വേണ്ട ഘടകങ്ങളാണ്. ബീഫിൻ്റെ ദോഷഫലങ്ങൾ. ശരീരത്തിന് ഏറെ ഹാനികരമായ പൂരിത കൊഴുപ്പുകൾ ബീഫിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. കൊളസ്ട്രോൾ ഉള്ളവർക്ക് ബീഫ് സൂക്ഷിച്ചു വേണം കഴിക്കാൻ. ബീഫിൽ കൊളസ്ട്രോൾ അളവ് കൂടുതലാണ്. പ്രമേഹ രോഗികളും ബീഫ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ബീഫ് ആരോഗ്യകരമായി കഴിക്കുന്നതിന് കൊഴുപ്പ് കുറഞ്ഞ ലീൻ കട്ടുകൾ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. ചില ബീഫ് കഷ്ണങ്ങളിൽ കൊളസ്ട്രോളും പൂരിത കൊഴുപ്പുകളും കൂടുതലായി അടങ്ങിയിരിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ മിതമായ അളവിൽ കഴിക്കാൻ ശ്രദ്ധിക്കുക. പുകയിട്ടതോ ഉപ്പിലിട്ടതോ അല്ലെങ്കിൽ മറ്റ് പ്രിസർവേറ്റീവുകൾ
ചേർത്തതോ ആയ സംസ്കരിച്ച മാംസങ്ങൾ പരമാവധി ഒഴിവാക്കുക. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് രോഗങ്ങളുള്ളവരാണെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമോ ഡയറ്റീഷ്യൻ്റെ നിർദ്ദേശപ്രകാരമോ മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ബീഫിൽ പ്രത്യേകിച്ച് കൊഴുപ്പുള്ള ഭാഗങ്ങളിൽ പൂരിത കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട്. ഇത് രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് വർദ്ധിപ്പിക്കാനും തന്മൂലം ഹൃദ്രോഗം സാധ്യത കൂട്ടാനും കാരണമാകാം. ക്യാൻസർ സാധ്യത. അമിതമായി ചുവന്ന മാംസം റെഡ് മീറ്റ് കഴിക്കുന്നത് വൻകുടൽ ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്നിവ ഉൾപ്പെടെ ചില ക്യാൻസറുകളുടെ സാധ്യത വർദ്ധിപ്പിച്ചേക്കാം എന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. കുറഞ്ഞ അളവിൽ ബീഫ് കഴിക്കുന്നവരേക്കാൾ കൂടുതൽ തവണ കഴിക്കുന്നവരിൽ ഈ സാധ്യത കൂടുതലാണ്. വൃക്കയുടെ ആരോഗ്യം. റെഡ് മീറ്റ് അമിതമായി കഴിക്കുന്നത് വൃക്കയുടെ പ്രവർത്തനത്തെ ബാധിക്കാനും ടോക്സിനുകൾ, വിഷാംശങ്ങൾ അടിഞ്ഞുകൂടുന്നതിനും കാരണമായേക്കാം. ദഹന പ്രശ്നങ്ങൾ. ബീഫ് ദഹിക്കാൻ അല്പം പ്രയാസമുള്ള ഭക്ഷണമാണ്. അമിതമായി കഴിക്കുന്നത് ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾ, മലബന്ധം, നെഞ്ചിരിച്ചിൽ തുടങ്ങിയ ദഹന പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. അലർജി. അപൂർവമായി ചില ആളുകളിൽ ബീഫ് അലർജി ഉണ്ടാക്കാറുണ്ട്. പ്രധാന ശ്രദ്ധേയമായ കാര്യങ്ങൾ. ബീഫിൽ പ്രോട്ടീൻ, അയൺ, വിറ്റാമിൻ B12, സിങ്ക് തുടങ്ങിയവ ധാരാളം അവശ്യ പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതിനാൽ ദോഷഫലങ്ങൾ ഉണ്ടാകുന്നത് പ്രധാനമായും അമിതമായ ഉപയോഗം മൂലമാണ്. അമിതമായ അളവിൽ കഴിക്കുകയും കൊഴുപ്പ് കുറഞ്ഞ ബീഫ് നോക്കി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. കൂടുതലായി കഴിച്ചാൽ ഗുണത്തേക്കാൾ ഏറെ ദോഷമാണ് ഉണ്ടാവുക. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.